തൃശൂർ കുന്നംകുളം റോഡിലെ കുഴിയടക്കൽ പ്രഹസനമായി. തകർന്ന റോഡിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. അപകടങ്ങൾ ആവർത്തിക്കുന്നു. ഗുരുവായൂരിൽ ഓടിക്കൊണ്ടിരുന്ന കെഎസ്ആർടിസി ബസ്സിന് തീപിടിച്ചു. കെഎസ്ആർടിസി വാഹനങ്ങൾ യാത്രാമധ്യേ തകരാറിലാകുന്നത് പതിവാകുന്നു. കുട്ടനെല്ലൂരിൽ ബ്രൌൺ ഷുഗറുമായി അസം സ്വദേശി പോലീസ് പിടിയിൽ. ഇതര സംസ്ഥാന തൊഴിലാളികൾ വഴി ജില്ലയിലേക്ക് ലഹരി എത്തുന്നു. കൈക്കൂലി വാങ്ങുന്നതിനിടെ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആന്റണി വിജിലൻസിന്റെ പിടിയിലായത് കരാറുകാരനിൽ നിന്നും കൈക്കൂലി വാങ്ങുന്നതിനിടെ. നമസ്കാരം. വാർത്തകൾ വിശദമായി. തൃശൂർ കുന്നംകുളം പാതയിലെ ഓട്ടയടക്കൽ പാഴ്വേലയായി. കുഴികളിലിട്ട മണ്ണ് മുഴുവൻ ഇളകിപ്പോകുകയും കല്ലുകൾ വാഹനങ്ങളുടെ ചക്രങ്ങൾ കയറി പാതയോരത്തേക്ക് തെറിക്കുന്ന സ്ഥിതിയുമായതോടെ യാത്രക്കാർ വീണ്ടും ദുരിതത്തിൽ. ഗർത്തങ്ങൾക്ക് സമാനമായ മരണക്കുഴികൾ താണ്ടിയുള്ള ജനങ്ങളുടെ ദുരിതവും കുഴികൾ പേടിച്ചുള്ള മുഖ്യമന്ത്രിയുടെ വടക്കാഞ്ചേരി വഴിയുള്ള യാത്രയും വലിയ വാർത്തയായതിനെ തുടർന്നാണ് ഒരാഴ്ച മുൻപ് കുഴികൾ അടയ്ക്കാൻ തുടങ്ങിയത്. മഴുവഞ്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള ഭാഗത്ത് ക്വാറി വേസ്റ്റും മണ്ണുമിട്ടാണ് കുഴികൾ അടച്ചത്. കനത്ത മഴയ്ക്കിടെ കുഴികളടച്ചത് വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. താൽക്കാലികമായി കുഴികളടച്ച് ഒരാഴ്ച പിന്നിടുമ്പോഴേക്കും കുഴികളിലിട്ട മണ്ണ് മുഴുവൻ ഇളകിപ്പോവുകയും കല്ലുകൾ വാഹനങ്ങളുടെ ചക്രങ്ങൾ കയറി പാതയോരത്തേക്ക് തെറിക്കുന്ന സ്ഥിതിയിലുമാണ്. റോഡിന്റെ നിർമ്മാണ ചുമതലയുള്ള KSTPയുടെ നേതൃത്വത്തിലാണ് താൽക്കാലികമായുള്ള കുഴിയടയ്ക്കൽ നടത്തിയത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന പ്രവൃത്തിയാണ് കുഴിയടയ്ക്കുന്നതിലൂടെ നടന്നതെന്നാണ് യാത്രക്കാരുടെ ആക്ഷേപം. തൃശൂർ മുതൽ കുന്നംകുളം വരെയുള്ള ഭാഗത്തെ കുഴികളടച്ച് ഗതാഗത യോഗ്യമാക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് 29 ലക്ഷം രൂപയാണ് അനുവദിച്ചിരുന്നത്. കുഴികളടച്ച് ഒരാഴ്ച പിന്നിടുമ്പോഴേക്കും തൃശൂർ കുന്നംകുളം പാതയിൽ വീണ്ടും കുഴികൾ രൂപപ്പെട്ടു തുടങ്ങി. TCV ന്യൂസ്, കുന്നംകുളം. ഗുരുവായൂരിൽ ഓടിക്കൊണ്ടിരുന്ന കെഎസ്ആർടിസി ബസ്സിന് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. ഗുരുവായൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന ബസ്സിനാണ് തീപിടിച്ചത്. മമ്മിയൂർ ക്ഷേത്രത്തിന് സമീപം ചൊവ്വാഴ്ച രാവിലെയായിരുന്നു സംഭവം. ഡിപ്പോയിൽ നിന്ന് ബസ് പുറപ്പെട്ടയുടൻ മുൻവശത്ത് നിന്ന് പുക ഉയർന്നിരുന്നു. മമ്മിയൂർ ക്ഷേത്രത്തിന് സമീപം എത്തിയതോടെ തീ ആളിക്കത്തി. എതിരെ വന്ന വാഹനയാത്രക്കാർ ബഹളം വെച്ചതോടെ ബസ് നിർത്തി. ഫയർഫോഴ്സ് എത്തുന്നതിന് മുൻപേ സമീപത്തെ കടകളിൽ നിന്ന് അഗ്നിശമന ഉപകരണങ്ങൾ കൊണ്ടുവന്ന് തീയണച്ചു. ബോണറ്റിൽ നിന്നുള്ള ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു. സെൽഫ് മോട്ടോറും വയറുകളും കത്തിനശിച്ചു. കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ഡിപ്പോയിലെ ബസ് ബ്രേക്ക് നഷ്ടപ്പെട്ട് ക്ഷേത്രത്തിന്റെ സുരക്ഷാ ഗേറ്റ് തകർത്തിരുന്നു. കെഎസ്ആർടിസി വാഹനങ്ങൾ തകരാറിലാകുന്നത് പതിവാകുന്നു. പഞ്ചറാകുന്നതിന് പുറമെ വാഹനങ്ങൾ തകരാറിലാകുന്നതും ബസ്സിൽ നിന്ന് പുകയുയരുന്ന സംഭവങ്ങളും ആവർത്തിക്കുകയാണ്. മതിയായ അറ്റകുറ്റപ്പണികൾ ഇല്ലാത്തതിനാലാണ് തകരാർ സംഭവിക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. കെഎസ്ആർടിസി ബസ്സിൽ സഞ്ചരിക്കുന്നവരുടെ യാത്ര പാതിയിൽ മുടങ്ങുന്ന സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. കുട്ടനെല്ലൂരിൽ ബ്രൌൺ ഷുഗറുമായി യുവാവിനെ ഒല്ലൂർ പോലീസും കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തു. അസം സ്വദേശി ജഹിറുള്ളാണ് അറസ്റ്റിലായത്. വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന ബ്രൌൺ ഷുഗർ പ്രതിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. 23 ചെപ്പുകളിലാക്കിയാണ് മയക്കുമരുന്ന് വിൽപ്പനയ്ക്ക് എത്തിച്ചിരുന്നത്. അതിഥി തൊഴിലാളികൾക്ക് വിതരണം ചെയ്യാനാണ് ബ്രൌൺ ഷുഗർ എത്തിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഇതര സംസ്ഥാന തൊഴിലാളികൾ വഴി ജില്ലയിലേക്ക് ലഹരി എത്തുന്നു. കഞ്ചാവ്, ബ്രൌൺ ഷുഗർ ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ട്രെയിൻ മാർഗമാണ് എത്തിക്കുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നതിന് പുറമെ വൻതോതിൽ ലഹരി വസ്തുക്കൾ എത്തിക്കുന്നവരുമുണ്ട്. ഒരു മാസത്തിനിടയിൽ നിരവധി പേരെയാണ് മയക്കുമരുന്ന് കൈവശം വെച്ചതിന് പോലീസും എക്സൈസും പിടികൂടിയിട്ടുള്ളത്. കൈക്കൂലി വാങ്ങുന്നതിനിടെ കൊടകര ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിജിലൻസ് പിടിയിൽ. കരാറുകാരനിൽ നിന്ന് 6000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ എഞ്ചിനീയർ ആന്റണി M. വട്ടോളിയാണ് പിടിയിലായത്. അളകപ്പനഗർ പഞ്ചായത്തിലെ കാന നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് കൈക്കൂലി വാങ്ങിയത്. ശെൽവരാജ് എന്ന കരാറുകാരനാണ് പരാതിക്കാരൻ. കാന നിർമ്മാണത്തിന്റെ ബിൽ തുകയായ 3.25 ലക്ഷം രൂപയുടെ 2% കൈക്കൂലി ആവശ്യപ്പെട്ടത്. സംഭവം കരാറുകാരൻ വിജിലൻസിനെ അറിയിക്കുകയായിരുന്നു. വിജിലൻസ് നൽകിയ നോട്ടുമായി എത്തിയ കരാറുകാരൻ ഓഫീസിന് പുറത്തുവെച്ച് ആന്റണിക്ക് തുക കൈമാറി. തുടർന്ന് ആന്റണിയെ വിജിലൻസ് ഉദ്യോഗസ്ഥർ കൈയോടെ പിടികൂടുകയായിരുന്നു. പിന്നീട് നടത്തിയ പരിശോധനയിൽ ഇയാളുടെ കാറിൽ നിന്ന് 1/2 ലക്ഷം രൂപയും വിജിലൻസ് കണ്ടെടുത്തു. കിഫ്ബി കരാറുകാരിൽ നിന്നാണ് 1/2 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയതെന്ന് ഇയാൾ വിജിലൻസിനോട് സമ്മതിച്ചു.
പ്രതിയെ അറസ്റ്റ് ചെയ്തു. ഇയാളുടെ കാറും കസ്റ്റഡിയിലെടുത്തു. ആന്റണിക്കെതിരെ കൈക്കൂലിയുമായി ബന്ധപ്പെട്ട് നേരത്തെയും പരാതികളുണ്ടായിരുന്നതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. വിജിലൻസ് ഡിവൈഎസ്പി KC സേതുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിയിൽ സ്വകാര്യ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു. തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലെ വെട്ടിക്കാട്ടിരി ജുമാ മസ്ജിദിന് സമീപമായിരുന്നു അപകടം. ഷൊർണൂർ ഭാഗത്തേക്ക് പോയിരുന്ന ടോറസ് ലോറി പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതിനെ തുടർന്ന് പിന്നിൽ എറണാകുളത്തു നിന്ന് വന്ന നാഷണൽ പെർമിറ്റ് ലോറിയും ഇതിന് പുറകിലായി തൃശൂരിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സും ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ മുന്നിലിരുന്ന യാത്രക്കാർക്കാണ് പരിക്കേറ്റത്. ഇവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. അപകടത്തിൽ ബസിന്റെ മുൻഭാഗവും നാഷണൽ പെർമിറ്റ് ലോറിയുടെ മുൻഭാഗവും തകർന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ക്ഷേത്രോപദേശക സമിതി അഴിമതി നടത്തിയിട്ടും കൊച്ചിൻ ദേവസ്വം നടപടി സ്വീകരിക്കാത്തത് ദുരൂഹമാണെന്ന് ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹിന്ദു ഐക്യവേദി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസിന് മുൻപിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു KP ശശികല. വടക്കുന്നാഥ ക്ഷേത്രഭൂമിയിലെ വിദ്യാർത്ഥി കോർണറിലെ ലൈബ്രറി നിർമ്മാണം ഒരു തരത്തിലും അനുവദിക്കാൻ സാധിക്കാത്തതും ക്ഷേത്രവിശുദ്ധിക്ക് ചേർന്നതല്ലെന്നും KP ശശികല പറഞ്ഞു. ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് V മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി P സുധാകരൻ, ജില്ലാ ജനറൽ സെക്രട്ടറി പ്രസാദ് കാക്കശ്ശേരി, അഖില ഭാരത അയ്യപ്പ സേവാ സമാജം ട്രസ്റ്റി VK വിശ്വനാഥൻ, PR ഉണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. ഇവിടെ നമ്മൾ ചിന്തിച്ചു നോക്കാം, ഇന്നത്തെ ഈ ധർണയ്ക്ക് ആധാരമായ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ദേവസ്വം ബോർഡുമായും അതുമായി ഉപദേശക സമിതിയുമായി ബന്ധപ്പെട്ട അഴിമതി ഒരു വശത്ത്, അതിനേക്കാൾ ഉപരിയായി സ്ഥായിയായി എന്നേക്കുമായി നമുക്ക് ക്ഷേത്ര മൈതാനം നഷ്ടപ്പെടുന്ന വിധത്തിൽ വായനാശീലത്തിന്റെ ഭ്രാന്ത് തുടങ്ങിയത് ഒരു മനുഷ്യമാണ്. കുറച്ചപ്പുറത്ത് കളിക്കാൻ തുടങ്ങിയ ഭ്രാന്ത് അവിടെ കിടക്കുന്നുണ്ട്. പാർക്ക് അന്ന് കളിക്കാൻ തുടങ്ങിയ ഭ്രാന്ത്, അന്ന് കുട്ടികളെ കളിപ്പിക്കാൻ തുടങ്ങിയ ഭ്രാന്ത്. ഇതിനൊക്കെയുള്ള സ്ഥലം കളിക്കാൻ തോന്നിയാലും വായിക്കാൻ തോന്നിയാലും പെടുക്കാൻ തോന്നിയാലും എന്തിനു തോന്നിയാലും ഹിന്ദുവിന്റെ ഭൂമിയല്ലാതെ മറ്റൊന്നും ഒരിടത്തും നോക്കിയാൽ കാണുന്നില്ല എന്ന ഗതികേട് വളരെ ഭയങ്കരമാണ്. തൃശൂർ കോർപ്പറേഷൻ കുട്ടംകുളങ്ങര ഡിവിഷനിലെ പൂങ്കുന്നം പ്ലാക്കാട്ടുപറമ്പിൽ ലൈനിൽ വീടിന്റെ മതിൽ കുളത്തിലേക്ക് ഇടിഞ്ഞു വീണു. പുതിയതായി നിർമ്മിച്ച് താമസം തുടങ്ങിയ വീട് അപകട ഭീഷണിയിൽ. തോപ്പുപറമ്പിൽ സെൽവനും കുടുംബവും 2 മാസം മുൻപ് താമസം തുടങ്ങിയ വീടാണ് ഏത് നിമിഷവും കുളത്തിലേക്ക് ഇടിഞ്ഞു വീഴാവുന്ന സ്ഥിതിയിലായിരിക്കുന്നത്. സമീപത്തെ വൈദ്യുത പോസ്റ്റുകളും മറിഞ്ഞു വീഴാറായ നിലയിലാണ്. അപ്പോൾ ഞാൻ ചായക്കടയിലേക്ക് എന്തെങ്കിലും മേടിക്കാൻ പോയതാ. മേടിക്കാൻ പോയപ്പോൾ അവിടെ മേടിക്കാൻ നിൽക്കുന്ന സമയത്താണ് എന്നെ ഇവിടെയുള്ളവർ വിളിച്ച് പറഞ്ഞത്, വീട് തൻ്റെ മതിലിടിഞ്ഞു, വീട് ഇപ്പോൾ വീഴാറായിട്ട് നിൽക്കണ, വേഗം വരാൻ പറഞ്ഞു. ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇങ്ങനെയാണ്, ആകെ ഇടിഞ്ഞ് വീടിൻ്റെ തറ അങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കടം മേടിച്ചിട്ടൊക്കെ ചെയ്തത്. അപ്പോൾ ആകെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കണേ. ഇനിയിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ അത് ചെയ്യണത് വീട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തോ കരിങ്കല്ല് വന്നിട്ട് അങ്ങനെ കെട്ടി ഒന്ന് ഇപ്പോഴത്തെ തൽക്കാലം എന്താ ചെയ്യേണ്ട അവിടെ ചെയ്യണം. ഇവിടെയുള്ള നാട്ടുകാരെ കുറച്ച് ആൾക്കാരെ കൂടിയിട്ട്. സീതാറാം മില്ലിന്റെ ഉടമസ്ഥതയിലുള്ള ഈ കുളത്തിന് 20 സെന്റോളം വിസ്തൃതിയുണ്ട്. 60 വർഷത്തോളം പഴക്കമുള്ള കരിങ്കൽ പാർശ്വഭിത്തി 2009 കോർപ്പറേഷൻ ഭാഗികമായി നവീകരിച്ചിരുന്നു. 2009 ഇതിൻ്റെ കുറച്ച് ഭാഗം കോർപ്പറേഷൻ ഇടപെട്ട് നവീകരിക്കുകയുണ്ടായി. ഇപ്പോൾ നവീകരിക്കാത്ത ഭാഗമാണ് ഇതിലേക്ക് ഇടിഞ്ഞു വീണിട്ടുള്ളത്. നമുക്കറിയാം, ഇടിഞ്ഞു വീണതോടനുബന്ധിച്ച് കോർപ്പറേഷൻ റോഡ് ഉൾപ്പെടെ കോർപ്പറേഷൻ ഇലക്ട്രിക് പോസ്റ്റ് ഉൾപ്പെടെ അതുപോലെ തന്നെ ഇതിനോടനുബന്ധിച്ച് ഒരു വീട് 2 മാസം മുമ്പ് ഇപ്പോൾ പൂർത്തീകരിച്ച ഒരു വീട് ഉൾപ്പെടെ കുളത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് നിൽക്കുന്നത്. വളരെ അതിഭീകരമായ അന്തരീക്ഷമാണ്. ഞാൻ മേയർ ഉൾപ്പെടെ അതുപോലെ തന്നെ കളക്ടർ ഉൾപ്പെടെയുള്ള മന്ത്രി ഉൾപ്പെടെ എല്ലാവരെയും വിവരം അറിയിച്ചിട്ടുണ്ട്. മതിലിടിഞ്ഞതിനെ തുടർന്ന് പൈപ്പുകൾ പൊട്ടി വെള്ളം കുളത്തിലേക്ക് ഒഴുകുന്ന സ്ഥിതിയിലാണ്. കുളത്തിന്റെ ആഴവും നിറയെ വെള്ളമുള്ള അവസ്ഥയും മൂലം ഇടിഞ്ഞ മതിൽ പുനർനിർമ്മിക്കാനുള്ള ശ്രമം ഏറെ പ്രയാസകരമായിരിക്കുകയാണ്. കോർപ്പറേഷന്റെ അനുമതിയോടെ പുതിയതായി നിർമ്മിച്ച വീടാണ് അപകടാവസ്ഥയിലായിരിക്കുന്നത്. കുളം സീതാറാം മില്ലിന്റെ ഉടമസ്ഥതയിലായതിനാൽ പുനർനിർമ്മാണത്തിന് സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെന്നും ജില്ലാ കളക്ടറെയും സർക്കാരിനെയും അറിയിച്ച് സർക്കാർ നിർദ്ദേശമനുസരിച്ച് അടിയന്തര നടപടികൾ കൈക്കൊള്ളുമെന്നും സ്ഥലം സന്ദർശിച്ച മേയർ MK വർഗീസ് പറഞ്ഞു. നമുക്കിതുമേ 2 തരത്തിലാണ് പ്രവർത്തിക്കാൻ പറ്റുക. ഒന്ന്, ഈ പറഞ്ഞ പോലെ തന്നെ സീതാറാം നമ്മൾ ഒന്നില്ലെങ്കിൽ കുളം നമ്മളെ ഏൽപ്പിക്കണം, എങ്കിലാണ് നമുക്കിതുമേ എന്തെങ്കിലും ചെയ്യാവുന്ന ഒരു വ്യവസ്ഥ വരുന്നുള്ളൂ. രണ്ടാമത്തെ കാര്യം നമുക്ക് പറയുന്നത്, ഇപ്പോൾ അവരെ ഇവിടെയുള്ള വീട്ടുകാരോടൊക്കെ പറയണം, ഒരുമിച്ച് നിർത്തിക്കൊണ്ട് സർക്കാരിലേക്ക് അടിയന്തരമായി ഇത് ഉത്തരവാദിത്തത്തോടു കൂടി
എല്ലാവരും കൂടി സംയുക്തമായി തീരുമാനമെടുത്തുകൊണ്ട് കടലാസ് അയപ്പിക്കാം, കളക്ടർക്ക് കത്ത് കൊടുക്കാം. ഞങ്ങളും കൊടുക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഇതിനകത്ത് ഇതുപോലെ തന്നെ ഒരു അവസ്ഥയിൽ ശോചനീയം, വളരെ ഇനി അടുത്തൊരു മഴ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. വളരെ അടിയന്തരമായി ഇടപെടണം എന്നുള്ളതും അതുപോലെ തന്നെ ഞങ്ങളെ ചുമതലപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ തന്നെ ആ പ്രവൃത്തി നടത്താനും ഞങ്ങൾ തയ്യാറാണ്. കാരണം ഇതിൻ്റെ സൈഡ് കെട്ടുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്മുടെ അധീനയിൽപ്പെട്ട ഒരു സംരംഭമല്ല. അത് ഒന്നില്ലെങ്കിൽ അവർ നമ്മളത് സ്ഥലം ഏൽപ്പിക്കേണ്ട ഒരു അവസ്ഥയുണ്ടാവും. അതേ സർക്കാരുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കത് പണിത് കൊടുക്കാൻ പറഞ്ഞൊരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഈ പ്രവൃത്തി ഉടൻ തന്നെ ചെയ്യിപ്പിക്കും. TCV ന്യൂസ് തൃശൂർ. അതിരപ്പള്ളി അമ്പലപ്പാറയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി വാഹനങ്ങൾ തടഞ്ഞു. രാവിലെ 2.5 മണിക്കൂർ നേരമാണ് കബാലി എന്ന് വിളിപ്പേരുള്ള കാട്ടാന റോഡിൽ നിന്നത്. റോഡിന്റെ ഇരുഭാഗത്തുമായി നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നു. വാഹനങ്ങളുടെ എണ്ണം കൂടിയപ്പോൾ ആന കാടുകയറി പോകുന്നതുവരെ മലക്കപ്പാറ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് അടച്ചിട്ടു. കഴിഞ്ഞ ഒരാഴ്ചയായി കബാലി ഷോളയാർ ഭാഗത്ത് റോഡിലിറങ്ങി നിൽക്കുന്നുണ്ട്. സ്ഥിരമായി റോഡിൽ ആന തടസ്സമുണ്ടാക്കുന്നത് മൂലം സ്വകാര്യ ബസ്സുകളുടെ യാത്ര തടസ്സപ്പെടുന്നതും പതിവാകുകയാണ്. ഇന്ന് രാവിലെ ചാലക്കുടിക്ക് വരുന്ന KSRTC രാവിലെ 7 മണിക്ക് മലക്കപ്പാറന്ന് വന്നു. വരുന്ന വഴി അമ്പലപ്പാറ എത്തണക്കാൻ മുമ്പ് കബാലി ആന ഒരു 6:45 തുടങ്ങി എല്ലാ ലോറിനും തടഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 7:45 കൂടി അവിടെ എത്തി. അവിടെ 3-4 ലോറി മുമ്പിലുണ്ടായിരുന്നു. അപ്പോൾ ആന ഒരു പന മറച്ചിട്ടിട്ട് ആ പന തിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആന പന തിന്നും തിരിച്ചു വരും, വണ്ടി എടുത്ത് വരും. വണ്ടി മുമ്പോട്ട് എടുക്കുമ്പോൾ വീണ്ടും വണ്ടി എടുത്തേക്ക് വരും. അങ്ങനെ 3-4 വട്ടം ആന കാണിച്ചു. അതിനൊരു 2-2.5 മണിക്കൂറായിട്ടും ആന വഴി മാറണ്ടായില്ല. അപ്പോൾ ഒരു കാറുകാരൻ കയറി വന്നു. അപ്പോൾ ആ കാറുകാരനാണ് തിരിച്ച് ഓടിപ്പിച്ചു ആന. അത് കഴിഞ്ഞ് ഫോറസ്റ്റുകാരെല്ലാവരും വന്നു. ആനനെ മലയ്ക്ക് കയറി നോക്കി, പക്ഷെ ആന മാറിപ്പോയില്ല. ലാസ്റ്റ് നമ്മുടെ KSRTC തന്നെ ലോറിക്കാർ സൈഡ് ഒതുക്കി KSRTC മുമ്പിൽ കറത്തി വിട്ട് ഒന്ന് കുറച്ച് നേരം റേസ് ചെയ്ത് അങ്ങനെ ഒരു കറക്റ്റ് പറഞ്ഞ 2.25 മണിക്കൂർ നേരം കഴിഞ്ഞ് ഒരു 9:57 കൂടി ആന കയറി പോയില്ല, സൈഡ് ഒതുങ്ങി നിന്നു. അങ്ങനെ നമ്മൾ യാത്രക്കാരെ കൊണ്ട് തിരിച്ചു വന്നു. ചാലക്കുടി കലിക്കൽക്കുന്നിൽ മകൻ മദ്യലഹരിയിൽ പിതാവിനെ കുത്തി പരിക്കേൽപ്പിച്ചു. പണ്ടാരംപറമ്പിൽ പ്രതീഷാണ് അച്ഛൻ പുഷ്പനെ തേങ്ങ പൊതിക്കുന്ന കമ്പിപ്പാര കൊണ്ട് കുത്തിയത്. തടയാൻ ശ്രമിച്ച അമ്മ ശോഭനയുടെ കൈയൊടിഞ്ഞു. പുഷ്പനും ശോഭനയും ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതീഷിനെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. പോലീസ് കേസെടുത്തു. ഇരിങ്ങാലക്കുട 3 പീടിക റോഡിൽ KS പാർക്കിന് സമീപം ഓട്ടോറിക്ഷയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ഇരിങ്ങാലക്കുട ഭാഗത്തു നിന്നും 3 പീടിക ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷയും എതിരെ വന്നിരുന്ന സ്കൂട്ടറും കൂട്ടിയിടിച്ചാണ് അപകടം. അപകടത്തിൽ പരിക്കേറ്റ സ്കൂട്ടർ യാത്രികനായ മൂർക്കനാട് സ്വദേശി കുറ്റിശ്ശേരി വീട്ടിൽ ശ്രീനിവാസൻ, ഓട്ടോ ഡ്രൈവർ എടത്തിരിഞ്ഞ് സ്വദേശി മടത്തിങ്കൽ ഹരികുമാർ എന്നിവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാത മണത്തലയിൽ ഓടിക്കൊണ്ടിരുന്ന മിനി വാനിന്റെ ടയർ പൊട്ടിത്തെറിച്ച് നിയന്ത്രണം വിട്ട് മറിഞ്ഞു. പൊന്നാനി ഭാഗത്തു നിന്നും പെരുമ്പാവൂരിലേക്ക് കശുവണ്ടിത്തോടെ കയറ്റി പോവുകയായിരുന്ന വാനാണ് മണത്തല മസ്ജിദിന് സമീപം ദേശീയപാതയിൽ മറിഞ്ഞത്. പരിക്കേറ്റ പെരുമ്പാവൂർ സ്വദേശികളായ വേണാട്ട് അബ്ദുറഹിമാൻ, വാത്തയിൽ നാസർ എന്നിവരെ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാവറട്ടി പഞ്ചായത്ത് 1-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 30-ന് നടക്കും. പഞ്ചായത്തിൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. വ്യാഴാഴ്ച മുതൽ പത്രികാ സമർപ്പണം നടക്കും. മരുതയൂർ ഗവൺമെന്റ് UP സ്കൂളിലാണ് വോട്ടെടുപ്പ്. ആകെ 1247 വോട്ടർമാരാണുള്ളത്. 31-ന് പഞ്ചായത്ത് ഹാളിൽ വോട്ടെണ്ണൽ നടക്കും. പഞ്ചായത്ത് 1-ാം വാർഡിൽ നിന്നും ഇടതുമുന്നണി പിന്തുണയോടെ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സിന്ധു അനിൽകുമാറിനെ കോടതി നടപടികളെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യയാക്കിയ പശ്ചാത്തലത്തിലാണ് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. UDF പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച് വിജയിച്ച സിന്ധുവിനെതിരെ കോൺഗ്രസ് നേതാവും ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷയുമായ വിമല സേതുമാധവനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകിയത്. ആർക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്ത പാവറട്ടി പഞ്ചായത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഏറെ നിർണായകമാണ്. വരവൂർ തളിയിൽ നിർമ്മാണാവശ്യത്തിനായി ഇറക്കിയിരുന്ന ഇരുമ്പ് സാമഗ്രികൾ മോഷ്ടിച്ച കേസിൽ യുവാവിനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. തളി കുന്നത്തുള്ളി പീടികയിൽ അബ്ദുൾ റഹ്മാനെയാണ് അറസ്റ്റ് ചെയ്തത്. ജൂൺ 20-നാണ് മോഷണം നടന്നത്. സ്വകാര്യ കമ്പനിയുടെ നിർമ്മാണത്തിനായി ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന ഇരുമ്പ് സാധനങ്ങളും നിർമ്മാണ സാമഗ്രികളുമാണ് മോഷ്ടിച്ചത്. ഗോഡൌണിന്റെ വാതിലിന്റെ പൂട്ട് തകർത്ത് അകത്ത് കയറിയാണ് മോഷണം നടത്തിയത്. പ്രതി സാധനങ്ങൾ വിറ്റ ചാലിശ്ശേരിയിലെ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും തൊണ്ടി മുതൽ പോലീസ് കണ്ടെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.
മൊബൈൽ ഫോൺ വഴി പരിചയപ്പെട്ട യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിലെ പ്രതിയെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. പെരുമ്പാവൂർ മൂടക്കുഴ സ്വദേശി കുറുപ്പൻ വീട്ടിൽ അജു വർഗീസാണ് അറസ്റ്റിലായത്. മൊബൈൽ ഫോണിൽ ചിത്രങ്ങളെടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പരാതിക്കാരിയിൽ നിന്ന് പ്രതി പണവും തട്ടിയിരുന്നു. അന്വേഷണം ആരംഭിച്ചതോടെ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്ന പ്രതിയെ എറണാകുളം കച്ചേരിപ്പടിയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. ഇരിങ്ങാലക്കുട SI CN ശ്രീധരൻ, സീനിയർ CPOമാരായ ES ജീവൻ, രാഹുൽ അമ്പാടൻ, CPOമാരായ KS ഉമേഷ്, വിപിൻ വെള്ളാമ്പറമ്പിൽ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വാർക്കയുടെ തകരാർ മൂലം വീട് അപകടാവസ്ഥയിലാണെന്നാരോപിച്ച് ഫയൽ ചെയ്ത ഹർജിയിൽ പരാതിക്കാരന് തൃശൂർ ഉപഭോക്തൃ കോടതിയുടെ അനുകൂല വിധി. തൃശൂർ മുണ്ടൂർ കുന്നത്തുള്ളി വീട്ടിൽ ബാബു ഫയൽ ചെയ്ത ഹർജിയിലാണ് പേരാമംഗലത്തുള്ള TS രാമകൃഷ്ണനെതിരെ വിധിയായത്. കോടതി നിയോഗിച്ച വിദഗ്ധ കമ്മീഷൻ വീട്ടിൽ പരിശോധന നടത്തി. വീട് അപകടാവസ്ഥയിലാണെന്ന് റിപ്പോർട്ട് നൽകുകയായിരുന്നു. ഉപഭോക്തൃ കോടതി ഹർജിക്കാരന് നഷ്ടപരിഹാരമായി 5 ലക്ഷം രൂപയും ചിലവിലേക്ക് 5000 രൂപയും നൽകുവാൻ കൽപ്പിച്ച് വിധി പുറപ്പെടുവിക്കുകയായിരുന്നു. ഹർജിക്കാരനു വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി ഹാജരായി. ചാലക്കുടി മാർക്കറ്റ് റോഡിലെ പുറമ്പോക്ക് കയ്യേറ്റം കണ്ടെത്തണമെന്ന ഹൈക്കോടതി നിർദ്ദേശപ്രകാരം റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ സർവേ ആരംഭിച്ചു. പഴയ പോലീസ് സ്റ്റേഷൻ മുതൽ നോർത്ത് ജംഗ്ഷനിലെ മിനർവ ബേക്കറി വരെയാണ് റോഡിന്റെ ഇരുഭാഗങ്ങളും അളക്കുന്നത്. ടോട്ടൽ സ്റ്റേഷൻ സർവേക്കാണ് കഴിഞ്ഞ ദിവസം തുടക്കമിട്ടതെങ്കിലും അത് പ്രായോഗികമായില്ല. തുടർന്നാണ് ചാലക്കുടി താലൂക്ക് ഓഫീസിലെ ഉദ്യോഗസ്ഥർ GPS സർവേ നടത്താൻ തീരുമാനിച്ചത്. 20 മീറ്റർ വീതിയുള്ള മാർക്കറ്റ് റോഡിൽ പലയിടത്തും കയ്യേറ്റം നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടി 2007 റവന്യൂ വകുപ്പിന് പരാതി ലഭിച്ചത്. തുടർന്ന് ഒരു പൊതുപ്രവർത്തകൻ ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഉത്തരവ് പാലിക്കാത്തതിൽ അതൃപ്തി പ്രകടിപ്പിച്ച കോടതി ആഗസ്റ്റ് 8 കേസ് വിളിക്കുമ്പോൾ അളവിന്റെ വിശദവിവരങ്ങൾ ഹാജരാക്കണമെന്ന് ചാലക്കുടി തഹസിൽദാർക്ക് ഉത്തരവ് നൽകിയിരുന്നു. മാള സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി പദ്ധതി തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കുന്നതിന് ആശുപത്രി വികസന സമിതി യോഗം തീരുമാനിച്ചു. 112 വർഷത്തെ പഴക്കമുള്ള ആശുപത്രിയിൽ ഇപ്പോഴും വികസന പ്രവർത്തനങ്ങൾ പരിമിതമാണ്. ആശുപത്രിയുടെ മുന്നിൽ ഡോക്ടർക്ക് താമസിക്കുന്നതിന് ക്വാർട്ടേഴ്സ് നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും താമസിക്കാൻ ആളില്ലാത്തതിനാൽ കുത്തിവയ്പ് കേന്ദ്രമായി ഉപയോഗിക്കുകയാണ്. ശരാശരി 500ഓളം രോഗികളെത്തുന്ന ആശുപത്രിയിൽ 3 ഡോക്ടർമാരുടെ സേവനം മാത്രമാണുള്ളത്. കൂടാതെ ഡെന്റൽ വിഭാഗത്തിന് ഒരു ഡോക്ടറുണ്ട്. അധികമായി ഒരു ഡോക്ടറെ കൂടെ നിയമിക്കുന്നതിന് മാള ബ്ലോക്ക് പഞ്ചായത്തിന് തനത് ഫണ്ടില്ലാത്ത അവസ്ഥയാണ്. മാള പഞ്ചായത്തിന് മറ്റാരോഗ്യ കേന്ദ്രങ്ങളില്ലാത്തതിനാൽ കുത്തിവയ്പ് അടക്കമുള്ള സേവനങ്ങൾക്കായി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറെയാണ് നിയോഗിക്കാറുള്ളത്. ആശുപത്രിയിലേക്ക് ഒരു ഡോക്ടറെ നിയമിക്കാനുള്ള ഫണ്ട് അനുവദിക്കണമെന്ന് മാള ബ്ലോക്ക് പഞ്ചായത്ത് ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ മാള പഞ്ചായത്തിന് കത്ത് നൽകുമെന്ന് മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ജോസഫ് വികസന സമിതി യോഗത്തിൽ അറിയിച്ചു. ക്ഷേമനിധി ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാരിന് നൽകിയ നിവേദനങ്ങൾ അവഗണിക്കുന്നതിനെതിരെ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. AKPA ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് AC ജോൺസൺ, സെക്രട്ടറി PV ഷിബു, CG ടൈറ്റസ്, സജീവ സധിനി, KK മധുസൂദനൻ തുടങ്ങിയവർ സംസാരിച്ചു. അവരെ നീറ്റ് പുനഃപരീക്ഷ അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖില കേരള എഴുത്തച്ഛൻ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. നീറ്റ് പരീക്ഷ സുതാര്യമാക്കുക, +1 പ്രവേശനത്തിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ സംഗമം. തെക്കേ ഗോപുരനടയിൽ നടന്ന സംഗമം RJD സംസ്ഥാന സെക്രട്ടറി യൂജിൻ മൊറേലി ഉദ്ഘാടനം ചെയ്തു. സമാജം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR സുരേഷ് അധ്യക്ഷനായി. സമാജം സംസ്ഥാന ജനറൽ സെക്രട്ടറി VA രവീന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി CN സജീവൻ, വൈസ് പ്രസിഡന്റുമാരായ KG അരവിന്ദാക്ഷൻ, VV അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. തമിഴ് റിയാലിറ്റി ഷോയിൽ പാട്ടുപാടി വൈറലായ വീട്ടമ്മ പെരിഞ്ഞനത്തുണ്ട്. സമൂഹ മാധ്യമങ്ങൾ തിരഞ്ഞ ആ പാട്ടുകാരി രേഖ സതീഷാണ്.
நாளானா காத்திருப்பேன் நான் எத்தனை நாளானா காத்திருந்தேன். ഒരു തമിഴ് റിയാലിറ്റി ഷോയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പൂങ്കുയിലെ എന്ന തമിഴ് നാടൻ പാട്ട് പാടി വൈറലായ ഒരു വീട്ടമ്മയുണ്ട്. മലയാളിയാണ് എന്നതിനപ്പുറം ആർക്കും കൂടുതലായി ഒന്നും അറിയുന്നില്ല. ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയ ഈ വീട്ടമ്മയെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. TCV പരിചയപ്പെടുത്തുന്നു ആ വൈറലായ വീട്ടമ്മ രേഖ സതീഷ് പെരിഞ്ഞനത്തുണ്ട്. മകൻ അമൻസഗ മത്സരാർത്ഥിയായ റിയാലിറ്റി ഷോയുടെ ഭാഗമായാണ് രേഖ സതീഷ് ചെന്നൈയിലെത്തിയത്. അപ്രതീക്ഷിതമായാണ് പാടാൻ ക്ഷണം ലഭിച്ചത്. രേഖ അറിയാവുന്ന തമിഴ് നാടൻ പാട്ട് പാടി. അതിഗംഭീരമായി പാടി അവസാനിച്ചപ്പോൾ ജഡ്ജസ് ഉൾപ്പെടെയുള്ളവർ കരഘോഷം മുഴക്കി. അവർ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. പിന്നെ വെച്ചാൽ ഏറ്റവും വലിയ സന്തോഷമായി എന്ന് പറഞ്ഞാൽ സാറ് വന്നിട്ട് പറഞ്ഞു, ഞാനിതുവരെ ആർക്കിട്ടേയും സെൽഫി കേൾക്കാൻ മാട്ടാം, അമ്മക്കിട്ട് ഒരു സെൽഫി വേണമെന്ന്. ആ ഒരു സംഭവം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഗായകൻ ശ്രീനിവാസ്, വിജയ് പ്രകാശ്, സൈന്ധവി പ്രകാശ്, അഭിരാമി എന്നിവരായിരുന്നു ജഡ്ജസ്. സംഗീതാധ്യാപകനായ ഭർത്താവ് സതീഷും രേഖയോടൊപ്പം ഗാനം ആലപിച്ചിരുന്നു. വിവിധ വേദികളിൽ നാടൻ പാട്ടുകൾ ആലപിച്ചിട്ടുള്ള രേഖ റെഡ് ക്യാപ്പ് ഫോക്ക് ബാൻഡിനൊപ്പമാണ് ഇപ്പോൾ. മകന്റെ പെർഫോമൻസ് കാണാനെത്തി പാട്ടുപാടി വൈറലായതിന്റെ സന്തോഷം ഈ കലാകാരി മറച്ചുവെക്കുന്നില്ല. രേഖയുടെ തമിഴ് ഗാനം ലക്ഷക്കണക്കിന് പേരാണ് ഇതിനകം കണ്ടത്. ഒരു ഗായിക എന്ന നിലയിൽ തിരിച്ചറിയപ്പെടുന്നതിന്റെ സന്തോഷത്തിലാണ് രേഖ. വസലടി ആന പോകും വീതിയടി വസലടി ആന പോകും വീതിയടി വസലടി ആന പോകും വീതിയടി. TCV തൃശൂർ. തൃശൂർ ചേറൂർ പള്ളിമൂലയിൽ കാട്ടുപന്നികളെ വെടിവെച്ച് കൊന്നു. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ കാട്ടുപന്നി ആക്രമിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് കാട്ടുപന്നികളെ വെടിവെക്കാൻ മേയർ നിർദ്ദേശം നൽകിയത്. ഇതനുസരിച്ചാണ് ജനജീവിതത്തിന് ഭീഷണിയായ 3 കാട്ടുപന്നികളെ വെടിവെച്ച് കൊന്നത്. 90-60 കിലോഗ്രാം വീതം തൂക്കമുള്ള ഓരോ കാട്ടുപന്നികളെയും ഒരു ചെറിയ കാട്ടുപന്നിയെയുമാണ് വെടിവെച്ച് കൊന്നത്. സംസ്ഥാന പാതയിൽ തലോർ സെന്ററിലെ കുഴികൾ അപകടങ്ങൾക്കിടയാക്കുന്നു. 2 മാസത്തിലേറെയായി രൂപപ്പെട്ട കുഴികൾ നികത്താൻ ഇതുവരെ അധികൃതർ തയ്യാറായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ വീണ് അപകടങ്ങൾ സംഭവിക്കുന്നതും പതിവായിരിക്കുകയാണ്. വീതി കുറഞ്ഞ റോഡിൽ കുഴികൾ രൂപപ്പെട്ടതോടെ ഗതാഗത കുരുക്കും രൂക്ഷമാണ്. കുഴിയിൽ വീഴാതിരിക്കാൻ വലിയ വാഹനങ്ങൾ മാറ്റിയെടുക്കുന്നതും അപകടങ്ങൾക്കിടയാക്കുന്നുണ്ട്. നാട്ടുകാർ ചേർന്ന് പലതവണ കുഴികൾ താൽക്കാലികമായി നികത്തിയെങ്കിലും ഫലമുണ്ടായില്ല. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കാൽനട യാത്രക്കാരുടെ ദേഹത്തും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ചെളി തെറിക്കുന്നതും പതിവായിരിക്കുകയാണ്. പൊതുമരാമത്ത് അധികൃതർ ഇടപെട്ട് റോഡിലെ കുഴികൾ നികത്തി സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6610 രൂപ, പവന് 52,880 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3677 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ കുന്നംകുളം റോഡിലെ കുഴിയടക്കൽ പ്രഹസനമായി. തകർന്ന റോഡിൽ ഗതാഗത കുരുക്ക് രൂക്ഷം, അപകടങ്ങൾ ആവർത്തിക്കുന്നു. ഗുരുവായൂരിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിന് തീപിടിച്ചു. KSRTC വാഹനങ്ങൾ യാത്രാമധ്യേ തകരാറിലാകുന്നത് പതിവാകുന്നു. കുട്ടനെല്ലൂരിൽ ബ്രൌൺ ഷുഗറുമായി അസം സ്വദേശി പോലീസ് പിടിയിൽ. ഇതര സംസ്ഥാന തൊഴിലാളികൾ വഴി ജില്ലയിലേക്ക് ലഹരിയെത്തുന്നു. കൈക്കൂലി വാങ്ങുന്നതിനിടെ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആന്റണി വിജിലൻസിന്റെ പിടിയിലായത് കരാറുകാരനിൽ നിന്നും കൈക്കൂലി വാങ്ങുന്നതിനിടെ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.